السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. وصلى الله وسلم على نبينا وحبيبنا وسيدنا ومولانا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞു. മുംതഹിനയാണ്. മുംതഹിന, അൽ മുംതഹിന, പേജ് നമ്പർ 549. പേജ് നമ്പർ 549, സൂറത്ത് അൽ മുംതഹിന. ഓതി നോക്കാം. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. إن يثقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون. لن تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بصير. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. ഈ നാലാമത്തെ ആയത്തിന്റെ അവസാനത്തതും അഞ്ചാമത്തെ ആയത്തും നമുക്ക് നിത്യജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന, പാലിക്കാൻ പറ്റുന്ന മഹത്തായ രണ്ട് പ്രാർത്ഥനകളാണ്. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബിന വ ഇലൈക്കൽ മസീർ. റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബന
ഇന്നക അന്തൽ അസീസുൽ ഹക്കീം. അതൊന്ന് പഠിച്ച് ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കണം. അല്ലാഹുവേ, ഞങ്ങളെല്ലാ കാര്യങ്ങളും നിന്നെ ഭരമേൽപ്പിച്ചു. വയിലേക്ക് അനബിന, പറ്റിയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് നിന്നിലേക്ക് വിനയത്തോടെ മടങ്ങാൻ ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു. വയിലേക്കൽ മസ്ഫീർ, നിന്റെ അരികിലേക്ക് തന്നെയാണ് മടക്കം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് താനും. ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതല്ലേ? അടുത്ത് നോക്കാണി, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു. പഠിച്ചവനെ, അവിശ്വാസികൾക്ക് ഞങ്ങളെ ഒരു പരീക്ഷണ വസ്തുവാക്കല്ല റബ്ബേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രാർത്ഥന നോക്കാൻ. ഈ കാലം ആലോചിച്ച് നോക്കാൻ. ലോകത്തെവിടെയും മുസ്ലിങ്ങൾ നിർബന്ധമായി നടത്തേണ്ടുന്ന ഉള്ളൊരുകിയ പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു. അവർക്ക് ഞങ്ങളൊരു പരീക്ഷണ വസ്തുവാക്കുന്നത്. വഗ്ഫിർ ലനാ റബ്ബന, അത് ഞങ്ങളുടെ വീഴ്ച കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഞങ്ങൾക്കറിയാം. പഠിച്ചവനെ, മടങ്ങാൻ ഞങ്ങൾ തയ്യാറാണല്ലോ, മാപ്പാക്കി തരണേ. നോക്കാണ്, ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നിനക്ക് എന്തിനും കഴിയുന്ന പ്രതാപമുണ്ടല്ലോ, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് യുക്തിഭദ്രമായ അറിവുള്ളവനാണല്ലോ നീ. മാപ്പാക്കണേ റബ്ബേ, രക്ഷിക്കണേ റബ്ബേ, അന്തസ്സും അഭിമാനവും നിലനിർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേന്ന്. അപ്പൊ ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. ഒന്ന് വെറുതെ നോക്കി ചൊല്ലിയൊക്കെയാണ്. ഖുർആനിൽ നോക്കി, റബ്ബന അലൈക തവക്കൽന വഇലൈക അനബിന വഇലൈക്കൽ മസീർ റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. അതിൻ്റെ ഒരു പൂർവാപര ബന്ധം എന്നാണ് മലയാളത്തിൽ ഞങ്ങൾ പറയേ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആ രണ്ടായത്തുകളും തമ്മിലുള്ള ഒരു ചേർച്ച നോക്കാണ്. പഠിച്ചോനെ, നിന്നിൽ തവക്കുലാക്കുകയല്ലാതെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗവും ഇല്ല അല്ലേ? നീ അവർക്കൊരു പരീക്ഷണമാക്കല്ലേ. എല്ലാം നിന്നെ തവക്കുലാക്കി നിന്നെ ഏൽപ്പിച്ച് ജീവിക്കാൻ തയ്യാറാണ് ഞങ്ങൾ എന്ന ഒരു പരസ്പര ബന്ധം ആ പ്രാർത്ഥനയ്ക്കുണ്ട്. അപ്പം അത് രണ്ടും കൂടെ ചേർത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടത്. എപ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുവോ അപ്പോഴൊക്കെയും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരുടെയെങ്കിലും ഒരാളെ പ്രാർത്ഥന അല്ലാഹ് കബൂലാക്കിയാൽ ഈ സമുദായം രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സൂറത്ത് അൽ മുംതഹിന, അൽ മുംതഹിന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ടവൾ, പരീക്ഷിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. ഇതിലൊരു സംഭവം പറയുന്നുണ്ട്. അടുത്ത പേജിലാണ് ആ സംഭവം ഉള്ളത്. അത് പറഞ്ഞാൽ ഇത് മനസ്സിലാവും. അടുത്ത പേജില് 10ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. സത്യവിശ്വാസികളെ, സ്ത്രീകൾ നിങ്ങളുടെ അരികിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നാൽ, മുഅ്മിനീങ്ങളാണെന്ന് അവകാശപ്പെട്ടാണ് അവർ വരുന്നത് എങ്കിലും അവർ മുഅ്മിനീങ്ങളാണോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് ഉറപ്പുവരുത്തണം. അവർ മുഅ്മിനാത്തുകളാണ് എന്ന് നിങ്ങൾ പരീക്ഷിച്ച് ഉറപ്പുവരുത്തണം. ഫൈൻ അലിബ്തുമൂഹുന്ന മുഅ്മിനാത്തിൻ, നിങ്ങളുടെ നോട്ടത്തിൽ, കാഴ്ചപ്പാടിൽ, പരീക്ഷണത്തിൽ, പരിശോധനയിൽ അവർ മുഅ്മിനാത്തുകളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ, പിന്നെ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ, അവരെ മക്കയിലെ അവരുടെ കുടുംബക്കാരായ അവിശ്വാസികളിലേക്ക് മടക്കി വിടരുത്. അപ്പൊ ഇത് രണ്ട് സംഗതികളാണ് ഇതിനകത്തുള്ളത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം, ഈ പേരിന് പിന്നിലുള്ളത് അതാണ്. മദീന ഹിജ്റ നടക്കുന്ന സന്ദർഭങ്ങളിൽ, അതിൻ്റെ ആദ്യകാലത്ത് പല ആവശ്യങ്ങൾക്ക് പല പേരിൽ പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ
മദീനയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു മക്കികൾ. അതില് ഭർത്താവിന് പിരിഞ്ഞിരിക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. കൂടുതൽ ഉത്തമമായ സുന്ദരമായ ഒരു ജീവിതം മോഹിച്ചു വന്നവരും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹിജറ നടക്കുന്ന സമയമാണ് എന്നതിനാൽ മുഹാജിറുകളുടെ കൂട്ടത്തിലാണ് ഇവർക്ക് സ്ഥാനം. ഇവരിൽ പലരും ഈമാൻ കൊണ്ടുവന്നവരല്ല. ഒന്നതാണ്. രണ്ടാമത്തത്, മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും തമ്മിൽ ഹുദൈബിയയിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കരാർ? 10 വ്യവസ്ഥ. അതിലൊരു വ്യവസ്ഥ, മക്കയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്നാൽ അവരെ മദീനയിൽ നിർത്തരുത്, തിരിച്ചയക്കണം മക്കയിലേക്ക് തന്നെ എന്നാണ്. അപ്പോ കുടുംബങ്ങളിൽ നിന്ന് ഈമാൻ കൊണ്ട് മാത്രം ഓടി രക്ഷപ്പെട്ട സഹോദരിമാർ ഒരുപാട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്ക വിജയത്തിന് മുമ്പുള്ള ആ 2 വർഷ കാലയളവിൽ കരാർ വ്യവസ്ഥ പ്രകാരം അവരെ തിരിച്ചയക്കണം. അവർ തിരിച്ചുപോയാൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ തീവ്രമായ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് അവർ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് വിധേയരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഇടപെട്ടിട്ടൊരു നിലപാട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം നടത്തിയ കരാർ പുരുഷന്മാർ തമ്മിലുള്ളതാണ്. കരാർ വ്യവസ്ഥയിൽ മദീനയിൽ നിന്ന് തിരിച്ചയക്കണം എന്ന് പറഞ്ഞ മക്കികളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടില്ല. പക്ഷെ അതിന് നിങ്ങൾ അവർ ഈമാൻ കൊണ്ടാണ് വന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്ന്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് മുംതഹിന എന്ന് പേര് വന്നത്. മാത്രമല്ല, ഇതിന്റെ അവസാനത്തെ ആയത്ത് ഇതേ വിഷയമാണ്. യാ അയ്യുഹൻ നബി ഇദാ ജാഅകൽ മുഅ്മിനാത്തു യുബായിഅനക. ഒരു ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് മതവിശ്വാസിയാണെങ്കിലും അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് നബിയോട് പ്രതിജ്ഞ എടുക്കണമായിരുന്നു. ആ പ്രതിജ്ഞയും ഒരു പരിശോധനയുടെ ഭാഗമാണ്. അങ്ങനെ വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങനെ പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറായാൽ അവരെയാണ് മുഅ്മിനുകളായി ഗണിക്കേണ്ടത്. എന്നിങ്ങനെ പല കാര്യങ്ങളും ഈ സൂറത്തിന്റെ പേരിന്റെ പിന്നിലുണ്ട്. മുംതഹിന, പരീക്ഷിക്കപ്പെടുന്നവൾ, പരീക്ഷിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എനിക്ക് തോന്നുന്നത് സൂറത്ത് തൗബ ചർച്ചയ്ക്ക് വന്നപ്പോൾ നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് മുസ്ലിം സമൂഹത്തിലെ ചിലരെയും മുസ്ലിം സമുദായത്തെ താറടിച്ച് കാണിക്കാൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്ന് പറയാൻ തീവ്ര വർഗീയവാദികളായ അമുസ്ലിമീങ്ങൾക്കും ഒക്കെ കാരണം ആവുന്ന ഒരായത്താണ് ഇതിന്റെ ആദ്യത്തേത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കേട്ടിരുന്ന് മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ് ആദ്യത്തെ ആയത്ത്. എവിടെയെങ്കിലും പറയുന്ന എന്റെ നാവിന് പിഴവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്ക് അവ്യക്തതയുണ്ടെങ്കിൽ, ഇതിനെ യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ആവർത്തിച്ച് കേൾക്കാം. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, ഒറ്റ തവണയാണ് കേൾക്കാൻ പറ്റുക. അതുകൊണ്ട് കാത് കൂർപ്പിച്ചിരിക്കണം. സംഭവം എന്താന്ന് വെച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസി സമൂഹമേ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾ എടുക്കരുത്, കൂട്ടരുത്, അദുവീ വ അദുവക്കും, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്. ആരായിട്ട്? ഔലിയാ, നിങ്ങളുടെ കൈകാര്യക്കാരായി, ഉള്ളുകള്ളിക്കാരായി, വേണ്ടപ്പെട്ടവരായി സ്വീകരിക്കരുത്. ഇത് ഇവിടെയാണ് നിർത്തിയാൽ എന്താകും?
മുസ്ലിങ്ങളോളം വലിയ തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളും മതമൗലികവാദികളും വേറെയില്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അറബി ഭാഷ അറിയുന്ന ഒരാൾക്കറിയാം, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ചങ്ങാതിമാരാക്കരുത് എന്നതിന് പദം വേറെയാണ്. ഔലിയ എന്നല്ല. കൂട്ടുകാരാക്കരുത് എന്നതിനും അറബിയിൽ പദം വേറെയാണ്. നിങ്ങൾ അവരുമായി ഷെയർ ബിസിനസ്സുകളിൽ പങ്കെടുക്കരുത്, പങ്കാളികളാവരുത് എന്നതിന് അറബിയിൽ പദം വേറെയാണ്. അവരുമായി നിങ്ങൾക്കൊരു ബന്ധവും പാടില്ല എന്ന് പറയാനുള്ള പദവും വേറെയാണ്. ഈ ഔലിയ വലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം, മമ്പർത്ത് തങ്ങൾ ഞങ്ങൾ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? കൂട്ടുകാരനാന്നാ? ആണോ? ചങ്ങാതിയാന്നാ? കച്ചവടത്തിൽ ഷെയറുകാരനാന്നാ? അല്ല. എന്റെ കാര്യങ്ങൾ എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ആളും എന്നെ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആളും അല്ലേ? അതിനല്ലേ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവർക്കല്ലേ ഔലിയപ്പാപ്പ എന്ന് പറയുന്നത് അല്ലേ? ആ പദാണ് ഇവിടെ ഉപയോഗിച്ച്. ആ നിലയിലേക്ക് എന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന രീതിയിലേക്ക് എന്റെ ശത്രുക്കളെ എന്നാ പറഞ്ഞു. എല്ലാ അമുസ്ലിം സഹോദരങ്ങളും പഠിച്ചവന്റെ ശത്രുക്കളാ, വിശ്വാസപരമായിട്ട് ശത്രുക്കളാണ്. പക്ഷേ വൈയക്തികമായി ജീവിതത്തിൽ അള്ളാന്റെ ശത്രുക്കളാണോ ഇവിടുത്തെ മുഴുവൻ അമുസ്ലിങ്ങളും? അല്ല. അതുവക്കും നിങ്ങളുടെ ശത്രുക്കളും എന്നാണ്. നമ്മുടെ ശത്രുക്കൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ആണോ? ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ ശത്രുക്കളാ? അല്ല. ഇനിയിപ്പോ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ ഇവർ മുസ്ലിമീങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഇവരെ കൂടെ കൂട്ടുവോ? അയലൊക്കാരൻ നമ്മുടെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ഓനെ കണ്ടാൽ നമ്മൾ മുണ്ടലില്ല. ഓനെ കണ്ടാ മുണ്ടൽ സലാം പറയലൊക്കെ ഉണ്ട്. പക്ഷെ ഓന്റെ ഒരു പരിപാടിക്ക് നമ്മൾ കൂടില്ല, നമ്മളൊരു കാര്യം അവനെ ഏൽപ്പിക്കൂല. കാരണം അവൻ ആരായതുകൊണ്ടാ? ശത്രു ആയതുകൊണ്ടാണ്. അപ്പൊ ആ പ്രയോഗം കൃത്യമായ 3 പദങ്ങളുടെ അർത്ഥം കൃത്യമായി പഠിച്ചിട്ട് ആയത്തിനർത്ഥം പഠിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വീ, എന്നോട് പോരാടാൻ ഇറങ്ങി തിരിച്ചവരെ, എനിക്കെതിരു നിൽക്കുന്നവരെ, എന്റെ വഴിയിൽ നടക്കുന്നവർക്ക് തടസ്സമാകുന്നവരെ, അവരാണ് എന്റെ ശത്രുക്കൾ. വഅദുവ്വക്കും, അവർ നിങ്ങളുടെ ശത്രുക്കളുമാണ്. അത്തരക്കാരായ ആളുകളെ മതം നോക്കിയല്ല പറഞ്ഞത് അല്ലേ? അള്ളാന്റെ ശത്രുക്കൾ പേരിലല്ലല്ലോ മതമിരിക്കുന്നത്. അള്ളാന്റെ ശത്രുക്കളും നമ്മുടെ ശത്രുക്കളുമായ ആളുകളെ നമ്മളുടെ ഉള്ളുകള്ളിക്കാരായ ഏറ്റവും വേണ്ടപ്പെട്ടവരായ അടുപ്പക്കാരായി വെക്കരുത് എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതല്ലാതെ അയൽപ്പക്കത്ത് പാവം അമുസ്ലിമാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് അവനെ കണ്ടാ മിണ്ടരുത്, അവനെ വളപ്പിക്ക് കയറ്റരുത്, അവന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത്, അവന്റെ കുട്ടികളെ പട്ടിണി നടക്കണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വെക്കണം എന്നല്ല. അവിടെ തിരിച്ചാ പറഞ്ഞത്. ഏത്? നിന്റെ അയൽവാസി അവൻ ഏത് മതമാണെന്ന് നോക്കേണ്ടെന്ന ആവശ്യം നിനക്കില്ല, പാടുമില്ല അല്ലേ? അവനെയും അവന്റെ കുടുംബത്തെയും നീ നിന്റെ സ്വന്തം കുടുംബത്തെ പരിഗണിക്കുന്നത് പോലെ തന്നെ പരിഗണിക്കണം. കാരണം എന്താ? അവന്റെ വീട്ടിൽ വിശന്നാൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ വിശ്വാസം ശരിയല്ല. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവന്റെ വീട്ടിൽ അതിൽ നിന്ന് ഒരു പിടിയെങ്കിലും കൊടുക്കാതെ അത് കഴിക്കാൻ നിനക്ക് അനുവാദമില്ല. അവിടെ അയൽവാസി മുസ്ലിമാന്ന് പറഞ്ഞോ? ഇല്ല. ലൈസൽ മുഅ്മിനുല്ലദീ യസ്ബഉ വജാറുഹു ജാഇഉൻ, അയൽവാസിക്ക് വിശക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ, ഭക്ഷണം കഴിക്കുന്നവന്റെ വിശ്വാസം പൂർണ്ണമല്ല. ഇദാ തബഖത മറക്കതൻ ഫഅക്തിർ മാഅഹ വതഅഹദ് ജീറാനക യാ ബദർ, നീ മറക്കത്തുണ്ടാക്കിയാൽ കൂട്ടാൻ ഇദാമുന പറയാ. ഇദാം മറക്കാന്ന് പറഞ്ഞാൽ നല്ല അരച്ച് തേങ്ങ ചമ്പൊക്കെ അരച്ചുണ്ടാക്കിയ നല്ല കറിക്കാ പറയാ.
ചുരുക്കത്തിൽ പെരയിൽ ബിരിയാണി വെച്ചാലേ ഒരു പ്ലേറ്റ് അപ്പുറത്തേക്ക് കൊടുക്കാനുള്ള കൂടി വെക്കണം. അത് നമുക്ക് പറ്റുമല്ലോ. അഥവാ അത് പിന്നെ അങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉള്ളതിന്റെ ക്വാളിറ്റി ലേശം കുറച്ചിട്ടെങ്കിലും അവനെ പരിഗണിക്കണം. ഇനി ക്വാളിറ്റി കുറക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്ലേറ്റിന് കുറച്ചെടുത്തിട്ട് എല്ലാവർക്കും ഓരോ കയ്യിൽ കുറച്ച് കൊടുത്താൽ നിങ്ങളെ വീട്ടിലുള്ളവർക്ക് അപ്പുറത്തെ കുട്ടികൾക്കും ആ വീട്ടുകാർക്കും ഇതിന്റെ ഒരു പങ്ക് കിട്ടണം. അപ്പോഴേ നിങ്ങൾ വിശ്വാസിയാവുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് മതമില്ല, ഇല്ലല്ലോ. അപ്പൊ ഇവിടെ മതമല്ല വിഷയം. ഒരു മതത്തിന്റെ പേരിൽ മറ്റു മതക്കാരെ അകറ്റി നിർത്തണം, ശത്രുവായി കാണണം എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ ഞാൻ പറഞ്ഞ ചെവി നന്നായിട്ട് കൂർപ്പിച്ചു പിടിക്കണം, മനസ്സുറപ്പിച്ചു വെക്കണം. പറയുന്നവന്റെ നാവിന് പിഴവ് പറ്റിയാൽ തീവ്രവാദമാണ് പറയാനുള്ളത്. കേൾക്കുന്നവർക്ക് അവ്യക്തതയുണ്ടായാൽ മനസ്സിലാകുന്നതും തീവ്രവാദമാണ്, അല്ലേ? തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവർ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം, അവർ എന്റെ ശത്രുവാണെന്നും നിങ്ങൾക്കറിയാം. പിന്നെയും തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ അവരോട് സ്നേഹം വെച്ച് പുലർത്താൻ പാടുണ്ടോ? ഇല്ല. പിന്നെയും നിങ്ങൾ അവരോട് സ്നേഹം വെച്ച് പുലർത്താൻ പാടില്ല. ഈ ശത്രുതയ്ക്ക് പുറമെ അവർക്ക് വേറെ ഒരു കുറ്റം കൂടിയുണ്ട്. വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്, അവർ വ്യക്തിപരമായി കുടുംബപരമായി നിങ്ങളുടെ ശത്രുപക്ഷത്താണ്. അതോടൊപ്പം അവർ ഖുർആനിനെ നിഷേധിക്കുന്നവരുമാണ്. വഖദ് കഫറൂ, അവർ നിഷേധിച്ചവരാണ്, തള്ളിയവരാണ്. ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്ന സത്യദർശനത്തെ. അത് അയൽപ്പക്കത്തെ വേലായുധനാണോ ബാധകം, അതോ അവനവന്റെ വീട്ടിൽ നിസ്കരിക്കാതെ നടക്കുന്നവർക്കാണോ ആദ്യം ബാധകാവുക? അവനവന്റെ വീട്ടിൽ ഇസ്ലാം ഇല്ലാതെ നടക്കുന്ന മുസ്ലിം പേരുകാർക്കല്ലേ ഇത് ആദ്യം ബാധകാവുക, അല്ലേ? അയൽപ്പക്കത്തുള്ളവരാണെങ്കിലും സ്വന്തം മതത്തിലല്ലേ ഇതിന്റെ ആദ്യത്തെ നിഷേധം വരുന്നത്. നമ്മൾ ഇതിന്റെ കോമൂപ്പന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യാൻ, എന്നിട്ട് ഇതിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ പോവുകയും ചെയ്താൽ ഈ പക്ഷത്ത് ആരാണ് ആദ്യം വരിക? പേരിൽ അപ്പുറമായവനാണോ, അതോ പേരുകൊണ്ട് ഇപ്പുറവും സ്വഭാവം കൊണ്ട് അപ്പുറവുമായവനാണോ? പേരുകൊണ്ട് മുസ്ലിമും സ്വഭാവവും വിശ്വാസവും കർമ്മവും കൊണ്ട് അപ്പുറവും നിൽക്കുന്നവരാണ് ഈ പക്ഷത്ത് ആദ്യം വരിക. കാരണം അവരാണ് നമ്മളോടൊപ്പമുള്ളത്, അല്ലേ? അവരാണ് നമ്മളിൽ ഒരാളായി വന്നത്. അവരിൽ ചിലരാണ് നമ്മുടെ പള്ളിയും മദ്രസകളും ഒക്കെ ഭരിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് പോകുന്നതല്ലേ വലിയ അപകടമായി കാണേണ്ടത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. മാക്കാന യഅ്മുറു മസാജിദ് അല്ലാഹി ശാഹിദീന അൻഫുസഹും ബിൽ കുഫർ എന്ന് ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്. മാക്കാന യഅ്മുറു മസാജിദ് അല്ലാഹി, അള്ളാന്റെ പള്ളികൾ കൊണ്ടു നടക്കാൻ അർഹതയില്ല ആളുകൾക്ക്, ചിലർക്ക്. ആരാണ്? ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ, അവർ നിഷേധത്തിന്റെ നന്ദികേടിന്റെ പര്യായങ്ങളായി ജീവിക്കുന്നവരാണ്. അവർക്ക് പള്ളി കൊണ്ടുനടക്കാൻ അർഹതയില്ല. പള്ളി മദ്രസ പള്ളി സംവിധാനങ്ങളും കൊണ്ടു നടക്കാൻ ഏതായാലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് അർഹതയില്ലല്ലോ. ഉണ്ടോ? ഓരാരും പള്ളി കമ്മിറ്റിയിലുണ്ടോ? അള്ളാഹ് വഖഫ് ബോർഡിൽ ഒരു അമുസ്ലിം പ്രതിനിധി വരണം എന്ന് പറഞ്ഞപ്പോഴത്തേനും കോലാഹലം ഉണ്ടാക്കുന്ന വിഷയത്തിൽ APEK മുജാഹിദുകൾക്ക് വല്ല വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇവിടേക്ക് അടുപ്പിക്കാൻ പറ്റൂല, ഇത് പഠിച്ചവന്റെ മുതലാണെന്നാ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ അവസ്ഥ എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരും വിളിയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും ഒക്കെ തന്നെയല്ലേ? വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്. അപ്പൊ 3 കുറ്റങ്ങളായി. ഒന്ന് അദുവുള്ളയാണവർ, മറ്റൊന്ന് അദുവുക്കും അദുവുന നമ്മുടെ ശത്രുവാണവർ, 3 അവർ വിശുദ്ധ ഖുർആനിനെ തള്ളുന്നവരാണ്, 4 യുഖ്രിജൂക്കും മിനൽ ഹഖ് യുഖ്രിജൂന റസൂല വഇയ്യാക്കും, അവരും അതിലുണ്ട്. യുഖ്രിജൂന റസൂല വഇയ്യാക്കും, നിങ്ങളെയും നബിയെയും മക്കയിൽ നിന്ന് പുറന്തള്ളിയവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ 4 വിഭാഗം ആളുകളാണ്. ഈ 4 വിഭാഗത്തോടും നിങ്ങൾക്ക് ആത്മബന്ധം പാടില്ല. അത്ര ലളിതമായിട്ടാ സംഗതി പറഞ്ഞത്.
എന്തിനാണ് അവർ നിങ്ങളെ പുറത്താക്കിയത്? അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങൾ ശരിയായ മുഅ്മിനുകളായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതാക്കിയവർ ആരോ അവരോട് നിങ്ങൾക്ക് ആത്മസൗഹൃദം പാടില്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? ആരെങ്കിലും തെറ്റുണ്ടെന്ന് പറയോ? ഇല്ല. എന്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചു പുറത്താക്കിയതിനോട് ഞാൻ പിന്നെയും ചങ്ങായിയായി നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. നമുക്കത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യം അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ. കണ്ടാമുണ്ടണോ വേണ്ടേ നമുക്ക് പിന്നെ തീരുമാനിക്കാൻ നല്ല പറയാ അല്ലേ? അത്രയൊക്കെ തന്നെ ഇതിലുള്ളൂ. അതല്ലാതെ ഒരു തീവ്രവാദം പ്രചരിപ്പിക്കൽ ഇതിന്റെ പിന്നിലില്ല. യുഖ്രിജൂന റസൂല വഇയ്യാകും അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും ഖറജതും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി. നിങ്ങൾ അല്ലാഹ്ക്കു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നിങ്ങളെ തിരിച്ചു വരാൻ അവർ സമ്മതിക്കുകയില്ല. എന്റെ വബ്തിഗാഅ മർളാതി, അല്ലാഹ് പറയാണ്, എന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി അവർ വല്ല മേഖലയിലേക്കും തിരിഞ്ഞാൽ അതിവർക്ക് കണ്ണുകടിയും ശത്രുതയുമാണ്. ഈ വിഭാഗം ആളുകളെ ആത്മസുഹൃത്തുക്കളാക്കരുത് എന്നേ പറഞ്ഞു. അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും ഇൻ കുന്തും ഖറജതും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി. ഇതൊക്കെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് ചങ്ങാത്തം പാടില്ല. പക്ഷെ എന്നിട്ട് പറയണത് കൂടിട്ടോ, അത് നമ്മൾ ശ്രദ്ധിച്ചോളി. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ. ഇപ്പോഴും നിങ്ങളിൽ ചിലർക്ക് ഇത്തരക്കാരുമായി ആത്മസൗഹൃദം ഉണ്ട്. നിങ്ങളിപ്പോഴും തുസിറൂന ഇലൈഹിം, അവരോട് രഹസ്യമായി കൊണ്ടു നടക്കുന്നു. ബിൽ മവദ്ദ, അവരെ ചങ്ങാതിമാരും ആത്മസുഹൃത്തുക്കളുമാക്കി നിങ്ങളിൽ ചിലർ ഇപ്പോഴും രഹസ്യമായി കൊണ്ടു നടക്കുന്നുണ്ട്. ആർക്കാ ബാധകം? മുസ്ലിമീങ്ങൾക്ക്. നമ്മക്കാ ബാധകം അല്ലേ? അടുത്ത ആയത്തും കൂടി വരുമ്പോൾ അത് കൃത്യമാകും. അടുത്ത ആയത്തും കൂടെ വരുമ്പോ ഈ സന്ദേശം കൃത്യമാകും. എന്താണ് പറഞ്ഞത്? ഇവിടെ അല്ലാഹു പറയാനുള്ളതറിയോ? വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലൻതും. നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഞാൻ നന്നായി അഅലം, ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ബിമാ അഖ്ഫൈതും, നിങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കുന്നതും, വമാ അഅലൻതും, പരസ്യമായി ചെയ്യുന്നതും എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം. നല്ലതാണ്. ഏത്? പുറമേക്കൊരു ഭാവവും ഉള്ളിലേക്ക് വേറൊരു ഭാവവും. കിതാബിന് സുന്നത്തിനും എതിരായി ജീവിക്കുകയും കിതാബിന്റെയും സുന്നത്തിന്റെയും ആളുകളായി നടക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പോഴുമുണ്ട്. അത് ഉടനടി അവസാനിപ്പിക്കണം. ഇല്ലെങ്കിലോ ബാക്കി ഒന്ന് വെച്ചോ കാണി. വമൻ യഫ്അൽഹു മിൻകും, ഇനി നിങ്ങൾ ആരെങ്കിലും അത്തരം ദുസ്വഭാവം തുടർന്നാൽ, ഞാൻ ഓനെ നിരപ്പാക്കുന്നു പറഞ്ഞില്ല, ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ സിറാത്തുൽ മുസ്തഖീമിന്റെ പുറത്താണ്, വഴി പഴിച്ചിരിക്കും. അവൻ ശുദ്ധപാതയിൽ നിന്ന്, ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി. അപ്പോ നിസ്കാരം, നോമ്പും സക്കാത്തും മാത്രമല്ല നമ്മളുടെ ഈമാനിനെയും സിറാത്തുൽ മുസ്തഖീമിനെയും തൗഹീദിനെയും വിലയിരുത്തുന്ന വാല്യൂ പോയിന്റ്സ്, മാനദണ്ഡം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തെ ആ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന മേഖലയാണത്. അതിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ വരുന്ന നേരിയ വീഴ്ച പോലും അള്ളാഹു കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഞാന് ഒരു മുസ്ലിമാണ്, മുവഹിദാണ്, മുത്തഖിയാണെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിപ്പിക്കാൻ എനിക്ക് പറ്റും. വഅന അഅലമു ബിമാ അഖ്ഫൈതും വമാ അഅലൻതും. പക്ഷെ റബ്ബിനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈമാനുള്ളവരാവേണ്ടത് സത്യത്തിൽ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവണം?
അള്ളാഹുവെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവണം. അങ്ങനെ അള്ളാഹിനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചാൽ സ്വാഭാവികമായി നാട്ടുകാർക്ക് നമ്മളുടെ നിഷ്കളങ്കത ബോധ്യപ്പെടും. അല്ലേ? ബോധ്യപ്പെടും. ഇവിടെ ഈമാൻ ബോധ്യപ്പെടും, തൗഹീദ് ബോധ്യപ്പെടും, തഖ്വ ബോധ്യപ്പെടും, വറഅ് ബോധ്യപ്പെടും, ഖുശൂഅ് ബോധ്യപ്പെടും, പടച്ചവനോടുള്ള പേടി ബോധ്യപ്പെടും. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിച്ചാൽ ചിലപ്പോൾ പടച്ചവന് ബോധ്യപ്പെട്ടുകൊള്ളണമെന്ന് ഇല്ല. അത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സംഗതിയാണ്. എനിക്ക് പടച്ചവനെ പേടിയില്ലെങ്കിലും പടപ്പുകളെങ്കിലും പേടിച്ചു വിടടാന്ന് ചോദിക്കുന്ന സമ്പ്രദായമുണ്ട്. ആ ചങ്ങായിക്ക് പടച്ചോനും പേടിയില്ല പടപ്പുകളെ പേടിയില്ല എന്നുള്ള സംഭവം. അപ്പൊ പടപ്പുകളെ പേടിച്ചിട്ട് നന്നാവേണ്ട ആവശ്യം തെക്ലീഫുള്ള ബുലൂഗുള്ള പ്രായപൂർത്തിയായ ആളുകളുടേതല്ല. പിന്നെ ആ സ്വഭാവം തുടങ്ങൽ എവിടെയെന്നറിയോ? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉമ്മാനെയും വാപ്പാനെയും പേടിച്ചിട്ട് തന്നെയാണ് നിസ്കാരം നോലുമൊക്കെ തുടങ്ങിയത്. ആണല്ലോ? എന്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. അതുകൊണ്ടാണ് 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ 10 വയസ്സുകാരുടെ നിസ്കാരം ആരെ പേടിച്ചിട്ടല്ല തുടങ്ങുന്നത്? അള്ളാനെ പേടിച്ചല്ല. ഇപ്പണ്ട് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറയല അല്ലേ? അല്ലെങ്കിൽ എനിക്ക് ചോറ് വേണോ നിസ്കരിക്കണം എന്ന് പറയുമ്പോഴാണ്. അവിടെ നിന്ന് തെക്ലീഫാകുന്നതോടുകൂടി ബുലൂഗ് തിരിച്ചറിവും പ്രായപൂർത്തിയും എത്തുന്നതോടുകൂടി ആ നിലപാടിന് മാറ്റം വന്ന് അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാകുമ്പോൾ ഉമ്മക്കും വാപ്പക്കും അത് ബോധ്യപ്പെടും. അപ്പൊ ആ പ്രയോഗം വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച ബേജാറാക്കണം. വാനാഴലമു ബിമാ അഖ്ഫൈതും വമാ അഅ്ലൻതും വമൻ യഫ്അൽഹു മിൻകും. പറ്റിയത് പറ്റി, നടന്നത് നടന്നു, ചെയ്തത് ചെയ്തു, അതിൽ നിന്ന് മടങ്ങണം. ഇനി അത് ആവർത്തിച്ചാൽ ഫഖദ് ളല്ല സവാഉ സബീൽ. ഈ സവാഉ സബീലിലാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയാ. ചൊവ്വായ പാതയിൽ നിന്ന് അവൻ വഴിതെറ്റിപ്പോയിരിക്കും. അള്ളാഹു നമ്മളെ സവാഉ സബീലിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തുമാറാണ്. അടുത്ത ആയത്ത് നോക്കാണി. ഈ യസ്തഫൂക്കും, അവർ പുറമേക്ക് നിങ്ങളുടെ ചങ്ങാതിമാരും വേണ്ടപ്പെട്ടവരുമായും ഒക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഈ യസ്തഫൂക്കും, അവരുടെ കൈപ്പിടിയിൽ നിങ്ങൾ ഒതുങ്ങിയാൽ, അതായത് തരം കിട്ടിയാൽ, നമ്മൾ പറയില്ലേ തരം കിട്ടിയാൽ, യകൂനു ലക്കും അഅദാഅൻ, അവരുടെ ദംഷ്ട്രകൾ കോമ്പല്ലുകൾ നിങ്ങൾക്കെതിരെ തിരിയും. അവർ നിങ്ങളുടെ ശത്രുപക്ഷത്തുണ്ടാവും. നിങ്ങൾ നോയിക്കോളിനാൽ. നിങ്ങൾക്കെതിരെ തരം കിട്ടിയാൽ അവർ നിങ്ങളുടെ ശത്രുപക്ഷത്തായിരിക്കും നില ഉറപ്പിക്കുക. ഇപ്പൊ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊപ്പം അങ്ങനെ നടക്കണത്. ഇത് പറയണത് ആരറിയോ? അള്ളാഹുവോടെ. അതോടെ ഇന്റെ ചങ്ങായി അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഇന്റെ ചങ്ങായി അങ്ങനെയല്ല, ഓനെക്ക് നല്ലോണം അറിയാം എന്ന് ആരോടും അറിയാൻ പറ്റൂല. അള്ളാഹുവോട് പറഞ്ഞ് തരം കിട്ടിയാൽ തിരിഞ്ഞെത്തുന്നു. തരം കിട്ടിയാൽ തിരിഞ്ഞു കുത്തും. യകൂനൂലക്കും ഈ യസ്കഫൂക്കും യകൂനൂലക്കും അഅദാഅൻ കഴിഞ്ഞില്ല. വയബ്സുതു ഇലൈക്കും ഐദിയഹും വഅൽസിനതഹും ബിസ്സൂഅ, തരം കിട്ടിയാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർ നിങ്ങൾക്ക് അപകടമുണ്ടാക്കും. നിങ്ങളെക്കുറിച്ച് അവർ വൃത്തികേട് പറഞ്ഞുണ്ടാക്കും. നിങ്ങളെ സംബന്ധിച്ച് അവർ വൃത്തികേട് പ്രചരിപ്പിക്കും. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചീത്തയായത് ചെയ്യാൻ അവസരം കിട്ടിയാൽ അവർ ചെയ്യും. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റിയ ആളല്ല ഇത് പറയുന്നത് എന്ന് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോഴും ആദ്യം പറഞ്ഞോട്ട് തന്നെ ഞാൻ നിൽക്കട്ടോ. അയൽപ്പക്കത്തെ മുസ്ലിമീങ്ങളല്ലാത്തവരെയൊക്കെ ശത്രുക്കളായി കാണണം എന്നില്ല, കാണണം എന്നല്ല. അത് അടുത്ത പേജിൽ വരും 8-9 ആയത്തിൽ അങ്ങനെ കാണാൻ പാടുമില്ല.
ഒരു മതത്തിന്റെ പേരിൽ മറ്റൊരാളെ ശത്രുപക്ഷത്ത് നിർത്താൻ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കൂല. ആരെയാണ് അകറ്റേണ്ടത് എന്ന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിവിടെ 8-9 ആയത്തുകളിൽ അടുത്ത പേജിൽ നമുക്ക് വായിക്കാൻ കിട്ടും. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും എന്ന് പറഞ്ഞിട്ട് 8-ാമത്തെ ആയത്ത്. 9 ഇന്നമാ യൻഹാകുമുല്ലാഹു എന്ന് പറഞ്ഞ 9-ാമത്തെ ആയത്ത്. അത് പറയുമ്പോൾ നമുക്കത് പറയാം. ഇപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക. മതത്തിന്റെ പേരിലല്ല ശത്രുതയുണ്ടാവേണ്ടത്. അത് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. മതത്തിന്റെ പേരിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, അയാൾ മറ്റൊരു മതമാണ് എന്നതിന്റെ പേരിൽ അയാൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും നമുക്കുണ്ടാക്കാൻ പാടില്ല. മുസ്ലിം ആവാൻ ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല. മുസ്ലിം ആവാത്തതിന്റെ പേരിൽ ഒരാൾക്കെതിരെയും ഒരു തരത്തിലുള്ള പണിഷ്മെന്റും അനുവദനീയമല്ല. മക്കളുടെ കാര്യം പറയട്ടോ, അത് അവനവന്റെ വീട്ടിൽ ഇസ്ലാമിന്റെ മക്കളായി വളർന്നത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതും അതിനാവശ്യമായ ശിക്ഷണ സമ്പ്രദായങ്ങൾ സ്വീകരിക്കേണ്ടതും മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയുമാണ്. അതല്ലല്ലോ വിഷയം. മറ്റൊരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, പ്രോത്സാഹിപ്പിക്കാം, പ്രേരിപ്പിക്കാം എന്നതിനപ്പുറം പുതിയ പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഏതൊക്കെയാണ്? ലവ് ജിഹാദ്, പിന്നെ വേറെ ഏതെന്നുണ്ടായിരുന്നത് ഗർവാപ്പസി അവരുണ്ടാക്കിയതാ. ഈ ലവ് ജിഹാദ് പോലുള്ള പദപ്രയോഗങ്ങൾ തന്നെ ഇസ്ലാമിന് അന്യമാണ്. നാർക്കോട്ടിക് ജിഹാദ് അല്ലേ? നമ്മളെ കാപ്പിപ്പൊടി അച്ഛൻ നിറഞ്ഞിട്ടൊരു വൃത്തിയുടെ ജന്തുണ്ട് കേരളത്തില്. മാപ്പിളാര് ചായക്കട തുടങ്ങുന്നത് പോലും മതം മാറ്റാനും വർഗീയത പ്രചരിപ്പിക്കാനുമാണ് പറഞ്ഞ ചങ്ങായി ഇപ്പോഴും അങ്ങനെ കോട്ടിട്ടിട്ട് തിരിച്ചുകൊണ്ട് നടക്കുക. അതെങ്ങാനും മിസ്കാറ്റി പറഞ്ഞാൽ എന്തിരിക്കും ഇവിടുത്തെ അവസ്ഥ? അയാൾ ഒരു പള്ളിക്കത്തെ ഉദ്യോഗസ്ഥനാണ്, ഞാനൊരു പള്ളിക്കത്തെ ഉദ്യോഗസ്ഥനാണ്. അയാളത് പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയ അയാളെ ആഘോഷിക്കാൻ, അയാൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തപ്പോഴും അയാളെ സംരക്ഷിക്കാൻ അയാളുടെ സംഘടന ഇപ്പോഴും കാപ്പിപ്പൊടി അച്ഛൻ ഫേമസാ അല്ലേ? എന്റെ അയൽപ്പക്കത്തെ പ്രിയപ്പെട്ട മാമച്ചനോട് ചായ കുടിക്കാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, പൊന്നാരി ചങ്ങായി, ഞാൻ അന്നെ ചായ കുടിച്ചാല് ചിലപ്പോ എന്റെ ആൾക്കാർ ആരെങ്കിലും ലവ് ജിഹാദ് എന്ന് പറയുന്നത് അയാളെപ്പാടെ പോകാൻ പറയാം. അയാളോട് പറഞ്ഞോട് ആര്? അയാളുടെ അനുയായിയാണ്. അയാളോട് പോകാൻ പറയും വർഗീയവാദി എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ ഇതര മതസ്ഥർക്കറിയാം എന്താണ് വർഗീയവാദം, ആരാണത് പ്രചരിപ്പിക്കുന്നത്, ആരോടൊക്കെയാണ് നമുക്ക് കൂട്ടുകൂടാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിൽ ജീവിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയിൽ ചില വിഷജീവികൾ വരുന്നു. ആ വിഷജീവികളെ കണ്ടെത്തി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. തരം കിട്ടിയാൽ തിരിഞ്ഞു കുത്തും, അവരെ ഒഴിവാക്കുക, അല്ലാത്തവരെ ചേർത്ത് നിർത്തുക. ഇപ്പൊ ഞാന് പലപ്പോഴും പറയുന്ന ഒരു സംഗതി, ഒരു വാപ്പക്ക് 10 മക്കളുണ്ട്, ഒരു അച്ഛന് അമ്മയ്ക്കും 10 മക്കളുണ്ട്. അതിൽ 9 ആളും അച്ഛന്റെ അമ്മയുടെയും മതത്തിലാ. ഒരാൾ മുസ്ലിമായി. ആ കുടുംബം മൊത്തത്തിൽ അയാളെ അകറ്റും. പറ്റൂലേ? മതപരമായി തന്നെ ഇസ്ലാം പറയുന്നത് ആ മാതാപിതാക്കളുടെ സമ്പത്തിന് ഇനി മകൻ അവകാശമില്ല, അനന്തരാവകാശമില്ല. ചെറുക്കൻ ഒറ്റപ്പെട്ട്. പക്ഷേ ആ അച്ഛനും അമ്മക്കും അസുഖം വന്നാൽ, 4 ദിവസം കിടപ്പിലായാൽ, ഈ 10 മക്കളിൽ ഏറ്റവും കൂടുതൽ ആ അച്ഛനെ അമ്മേനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ബാധ്യത ആർക്കാ ഉണ്ടാവുക? ഈ മുസ്ലിമായ മോനാണ് ഉണ്ടാവുക അല്ലേ? നമ്മളെ ഇങ്ങോട്ട് അകറ്റുക എന്നല്ലാതെ നമുക്ക് അങ്ങോട്ട് അകലാൻ മതം അനുവദിക്കുന്നില്ല. ശിർക്ക് ചെയ്യാൻ എത്ര നിർബന്ധിച്ചാലും ചെയ്യരുത്. ദുനിയാ കാര്യങ്ങളിൽ എങ്ങനെയെല്ലാം അവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കാമോ സംരക്ഷിക്കാമോ അത് നീ ചെയ്യുകയും വേണമെന്ന അത് പഠിപ്പിക്കേണ്ട ഒരു മതം ഇദ്ദുനിയാവുമ്പോ വേറെയില്ല. അവിടെ മുസ്ലിങ്ങൾ ഒരിക്കലും എന്താവില്ല, തീവ്രവാദിയാവില്ല, വർഗീയവാദിയാവില്ല. മുസ്ലിങ്ങളല്ല ഞാൻ പറയേണ്ടത്.
മുവഷിറുകളായ തഖ്വയുള്ള പടച്ചവനെ പേടിയുള്ള ഒരു മുസൽമാൻ എന്താകാൻ കഴിയില്ല? തീവ്രവാദി വർഗീയവാദി ആകാൻ കഴിയില്ല എന്നല്ല, ഭീകരവാദി ആകാൻ കഴിയില്ല എന്നല്ല, അതിനെ ന്യായീകരിക്കാനോ അതിന് ഒരു തരിമ്പ് പോലും സഹായിക്കാനോ അവന് കഴിയില്ല, പാടുമില്ല. ഇതാണ് നിലപാട് അല്ലേ? 10 ഏക്കർ പറമ്പുള്ള അച്ഛനാണ്, ഒറ്റ മോനേ ഉള്ളൂ. ഇസ്ലാം സ്വീകരിച്ചോടുകൂടി ആ മോനെന്തായി പോയി? ആ 10 ഏക്കർ ഔട്ടായി പോയി. ഒരു റോട്ടും പക്കത്ത് പീടിയെ കുറയുമ്പോ കിടന്നുറങ്ങണം, നയാ പൈസന്റെ മുതലിട്ടൂല. പക്ഷേ ആ പീടിയക്കൊലായ്മന്റെ മുമ്പിൽ വന്നിട്ട് അച്ഛനോ അമ്മക്കോ ഒരു വീണിട്ടൊരു കയ്യും കാലും ഒടിഞ്ഞാൽ ആശുപത്രിക്ക് എടുത്തു കൊണ്ടുപോകേണ്ടത് ഈ മകന്റെ നിർബന്ധ ബാധ്യതയാണ്. ചികിത്സിക്കേണ്ടതും നിർബന്ധ ബാധ്യതയാണ്, സംരക്ഷിക്കേണ്ടതും നിർബന്ധ ബാധ്യതയാണ്. നയാ പൈസ വാപ്പാന്റെ തൊട്ട് അച്ഛന്റെ തൊട്ട് എടുക്കാൻ മതപരമായി അനുവാദമില്ല. പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഈ മതപരമായി ചിന്തിക്കാൻ പറ്റുക? ആളുകളെ മതപരമായി വർഗീകരിക്കാൻ കഴിയുക എങ്ങനെയാണ്? അതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക? അതിനെ എങ്ങനെയാണ് അതിലേക്ക് ആളുകൾ ഒഴുകുക? അതുകൊണ്ടല്ലേ വർഗീയത പറയുന്നവൻ എന്റെ കൂട്ടത്തിൽ അവന് മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. വൻമൻ ഖാത്തലൽ അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവരും എന്റെ കൂടെയുള്ള ആളാന്ന് പറയരുത്. അല്ല, ഒമൻ ഖുതില ഫിൽ അസബിയ, വർഗീയ പോരാട്ടത്തിന്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കറിയാലോ, മക്ക മുശ്രിക്കുകൾ കൊല്ലാൻ വാളൂരി പിടിച്ച് മക്ക മുഴുവനും അരിച്ചു പെറുക്കുമ്പോ, എപ്പോ ഹിജറക്ക് വേണ്ടി ആ നടുപ്പാതിരിൽ ഇറങ്ങിപ്പോയപ്പോ 3-4 ദിവസം അരിച്ച് പെറുക്കുകയാണ്. കണ്ടെത്തുന്നവർക്ക് വലിയ സമ്മാനം, റിവാർഡ് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സുരക്ഷിതമായി മദീനയിൽ എത്തിക്കാൻ ഏർപ്പെടുത്തിയത് ആരെയെന്നറിയാം നിങ്ങൾക്ക്? ഗൈഡ് ആരായിരുന്നു? ആ മുസ്ലിമാൻ. ഈ കൂട്ടത്തിൽ ഒരാളാണ്. ഈ കൂട്ടത്തിലെ കൊല്ലാൻ നടക്കുന്ന മതക്കാരുടെ കൂട്ടത്തിലെ ഒരാളെ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെയാണ് തന്നെ മദീനയിൽ എത്തിക്കാൻ ഉത്തരവാദപ്പെട്ട് ഏൽപ്പിച്ചത്. ഇനി അതിനേക്കാൾ വലിയൊരു ഭീകരാവസ്ഥ നമുക്ക് ഉണ്ടാവാണ്ടോ? ഇസ്ലാമിന്റെ അവസാന വാക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനാണ് തീരുമാനിച്ചത് അല്ലേ? ആ കൊല്ലാൻ തീരുമാനിച്ച ആളുകളാണ് ആള് പോയി രക്ഷപ്പെട്ടു എന്നറിയുമ്പോ നാട് മുഴുവൻ അരിച്ചു പെറുക്കുന്നത്. അക്കൂട്ടത്തിൽ നിന്നൊരാളെയാണ് ഇന്നൊന്ന് സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചത് ഉപയോഗിക്കുന്നത്. യെസ്, എന്റെ കഴിവിനപ്പുറം ഞാനതിന് ചെയ്യും എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു. ആ ചെറുപ്പക്കാരന്റെ പുതിയ പതിപ്പല്ലേ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിഭാഗം അമുസ്ലിം സഹോദരങ്ങളും അല്ലേ? വെറുതെ നോക്കാണ്, പൗരത്വ നിയമ അമെന്റ്മെന്റിനെതിരെ പോരാടിയ പാർലമെന്റ് അംഗങ്ങളിൽ എത്ര പേരാ മുസ്ലിമീങ്ങളുള്ളത്? ഇത് 2 ഡിനോസറുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആളുടെ പേരെന്താ? കപിൽ സിബൽ എന്നാണ് അല്ലേ? ഇവിടെ ഇത് മതത്തിന്റെ പേരിൽ ചിലവാക്കാൻ മുസ്ലിമീങ്ങൾക്ക് ഒരവസരം അല്ല വെച്ചിട്ടില്ല. അതുകൊണ്ട് അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ പെരുമാറുന്നവരോട് നിങ്ങൾക്ക് കൂട്ടുവേണ്ട എന്നേ വിഷയമുള്ളൂ അല്ലേ? ആ ഒരു ദുസ്വഭാവമുള്ളവരോട് നിങ്ങൾക്ക് കൂട്ടുവേണ്ട. ഈ യസ്കഫോക്കും യക്കൂലൂലക്കും മഴതാൻ, തരം കിട്ടിയാൽ അവർ തിരിഞ്ഞു കിട്ടും. വയംസുതൂയിലേക്കും ഐതിഹ്യവും അൽസിനത്തഹും ബിസ്സൂഇ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തെല്ലാം ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുമോ വയംസുത്തൂൻ, അവർ അത് വിശാലമായി ചെയ്യും. അവർ കൈകൾ നിവർത്തിപ്പിടിക്കും എതിർക്കാൻ സമയം കിട്ടുമ്പോഴാണ്. ശത്രുക്കളുടെ കൂടെ നിന്ന് വവദ്ദു, അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ലൗ തക്ഫുറൂൻ, നിങ്ങളും അവരെ പോലെ ആയാൽ മതിയായിരുന്നു എന്നാണ്. അത് ബഹുദൈവ വിശ്വാസികളിലുമുണ്ട്, നിരീശ്വരവാദികളിലുമുണ്ട്,
വേദക്കാരിലുമുണ്ട്. വദ്ദത്തായിഫത്തും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ. ബഹുദൈവ വിശ്വാസികളിൽ മാത്രമല്ല, വേദക്കാരിൽ ഒരു വിഭാഗവും നിങ്ങളെ അവരെ പോലെയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിന് നിന്നു കൊടുക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അള്ളാഹു സത്യത്തെ സത്യമായി ബോധ്യപ്പെടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ അള്ളാഹ് നമ്മളോട് പറയണതറിയോ? ലൻ തൻഫഅകും, നിങ്ങളിനിയും മടങ്ങാൻ തയ്യാറല്ല എങ്കിൽ ലൻ തൻഫഅകും, ഒരു കാലത്തും നിങ്ങൾക്ക് ഗുണം ഉപകാരം വരികയില്ല, ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വലാ ഔലാദുക്കും, മക്കൾ മൂലവും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടുത്താനുള്ള മാർഗം തൗഹീദിൽ ഉറച്ചു നിൽക്കുക, അതിന് വിരുദ്ധമായതൊന്നും ഇല്ലാതിരിക്കുക. അള്ളാന്റെ കൽപ്പന നിഷേധിച്ചാണ്ട് നടന്ന് മുന്നോട്ട് പോയാൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബവും പാരമ്പര്യവും തറവാടിത്തവും രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ മക്കളും അവരുടെ സമ്പത്തും അവരുടെ ആധിപത്യവും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലൻ എന്ന ഉപയോഗിച്ച്, ലൻ എന്ന് പറഞ്ഞാല് ഭാവി ജീവിതത്തിൽ ഒരിക്കലും എന്നർത്ഥം. ഒരിക്കലും, അതിനാണ് ലൻ ഉപയോഗിക്കുക. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. ഈ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ, ഇത് അള്ളാഹു അവതരിപ്പിച്ചതല്ല എന്ന് വല്ല സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഇതുപോലെ അധ്യായം ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കിക്കോളൂ. ആരെയൊക്കെയാണോ കൂട്ടുപിടിക്കേണ്ടത് കൂട്ടും പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞ് ഫഇല്ലം തഫഅലു, അതിന് നിങ്ങൾ ശ്രമിച്ചിട്ട് ഇത്രയും കാലം അത് നടന്നിട്ടില്ല എങ്കിൽ, ഫഇല്ലം എന്നാണ് അവിടെ ഉപയോഗിച്ചത്, അത് ഇത്രയും കാലം നടന്നിട്ടില്ല എന്നതിനർത്ഥം ഫലൻ തഫഅലു, ഇനി ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കത് നടത്താൻ കഴിയുകയുമില്ല. ഫലൻ എന്നതിനുള്ളതാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലൻ തൻഫഅക്കും അർഹാമക്കും വലാ ഔലാദുക്കും, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹു എന്താണോ പറയുന്നത് അവിടെ ഒതുങ്ങുക എന്നുള്ളതാണ്. യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കിടയിൽ വ്യക്തമായ തീർപ്പ് കൽപ്പിക്കപ്പെടും. യഫ്സിൽ, അവൻ തീർപ്പ് കൽപ്പിക്കും എന്നാണ്. അവൻ വ്യക്തമായ തീർപ്പുണ്ടാക്കും. അപ്പൊ എന്തായിരിക്കും തീർപ്പ്? അതാ വേജാറേ അല്ലേ? ആ തീർപ്പിൽ ഇടപെടാൻ ഒരാൾക്ക് കഴിയില്ല എന്നാ പറഞ്ഞു. വല്ലാഹു ബിമാ തഅമലൂന ബസ്വീർ, നേരത്തെ അറിയുന്നാ പറഞ്ഞത്. ഇപ്പോഴോ വഅന അഅലമൂന്നാ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ അത് ഒരു പടിയും കൂടെ കൂടി. അറിയുക മാത്രമല്ല, വല്ലാഹു ബിമാ തഅമലൂന ബസ്വീർ, കൃത്യമായി സൂക്ഷ്മമായി കാണുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്. അള്ളാഹു നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെന്നും അറിയും എന്ന് മുകളിലെ ആയത്തിൽ. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു സൂക്ഷ്മമായി കാണുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെയും. അതുകൊണ്ടൊരു ന്യായീകരണം വേണ്ട പ്രിയപ്പെട്ടത്. പിന്നൊരു വിശ്വാസ ജീവിതം എങ്ങനെയാണെന്നത് അള്ളാഹു പഠിപ്പിക്കുന്നു. അത് എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസി ജീവിക്കേണ്ടത്? ലഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം വല്ലദീന മഅഹു. മുവഹ്ഹിദായ, മുത്തഖിയായ, മുഖ്ലിസായ ഒരു മുസൽമാൻ ജീവിക്കേണ്ടത് എങ്ങനെ എന്നതിന് നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുള്ളത് ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിലും അദ്ദേഹത്തോടു കൂടെയുള്ള പ്രവാചകന്മാരിലുമാണ്. അവിടെ ഉണ്ട് മാതൃക. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പിന്തുടരേണ്ടുന്ന വിശ്വാസ ജീവിതത്തിന്റെ, ആദർശ ജീവിതത്തിന്റെ മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. അദ്ദേഹം ആരോടെങ്കിലും പോരാടിയിരുന്നോ?
സായുധമായിട്ട് ആരോടെങ്കിലും എതിർത്തിരുന്നു? കായികമായി ശാരീരികമായി ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നു? ആർക്കെങ്കിലും എതിരെ നിർബന്ധം ചെലുത്തിയിരുന്നു? ആരെയെങ്കിലും പേടിപ്പിച്ചിരുന്നോ? എന്നിട്ടല്ലേ പീഡിപ്പിക്കല്? ഇല്ല. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തന്റെ ആദർശത്തിൽ അദ്ദേഹം തയ്യാറായിരുന്നോ? വെറുതെ ആലോചിച്ചോടി. എന്തെല്ലാം തിരിച്ചടികളോ അത്യാപത്തുകളോ നേരിട്ടപ്പോൾ അദ്ദേഹം ഒരു ചെറിയ വിട്ടുവീഴ്ചയെങ്കിലും ചെയ്യാൻ തയ്യാറായോ? ആദർശത്തിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ചേർക്കാൻ തയ്യാറായോ? ഇല്ല. കതുക്കാനത്തിലൊക്കും ഉസ്വത്തുൻ ഹസന. ആദർശ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ഉത്തമ മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വല്ലദീന മഅഹു, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രവാചകന്മാരാണ്. ആരെങ്കിലും എവിടെയെങ്കിലും സക്കരിയ അലൈഹിസ്സലാമിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതിനിടയിൽ ഒരു മരം പിളർന്നു നിന്നു. അത് അത്ഭുതമാണോ അല്ലയോ അള്ളാഹു ആയാലും, ഏതായാലും അറിയപ്പെട്ട ചരിത്രകഥകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. എന്നിട്ട് ആ മരത്തിനുള്ളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഓടി ആ മരത്തിനുള്ളിൽ കയറി. മരം പഴയതുപോലെ തന്നെ കൂടി വന്നു. ഇതൊക്കെയാണ് അള്ളാഹു ആയാലും എന്ന് പറയുന്നുട്ടാ. വായിച്ച കഥകളൊക്കെ ഇങ്ങനെയാണ് ആ വിഷയത്തിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഒരു തരപ്പ് പുറത്തായി പോയി. അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് ആ വസ്ത്രമാണ് പിടികിട്ടിയത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതിനുള്ളിൽ ആളുണ്ട്. അവരെന്ത് ചെയ്തു? ആ മരം നെടുകെ പൊളിക്കാൻ തീരുമാനിച്ചു. അവരാ മരം നെടുകെ പൊളിച്ചു. അക്കൂടെ ആ മഹാപ്രവാചകനും ഉണ്ടായിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചത്. റോമവാണരുളിയിരുന്ന മഹാചക്രവർത്തിമാരിൽ ഒരാൾ ആൾക്കൊരു സുന്ദരിയോട് പ്രേമം തോന്നി. വിവാഹം ആലോചിച്ചപ്പോ ആ പെൺകുട്ടി ഡിമാൻഡ് വെച്ചത് യോഹന്നാന്റെ തല വേണം എന്നാണത്രേ. ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളിൽ വായിച്ചതല്ല. ആ വിഭാഗത്തിന്റെ സുവിശേഷ കഥകളിൽ നിന്ന് വായിച്ചതാണ്. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യഹ്യ അലൈഹിസ്സലാം. യഹ്യ, അതായത് യോഹന്നാനോട് അവൾക്ക് പ്രേമമുണ്ടായിരുന്നു. യോഹന്നാൻ അത് നിഷേധിച്ചു. ആ പേരൊക്കെ ഞാൻ രഹസ്യമായിട്ട് വന്നാൽ പറഞ്ഞു തരട്ടോ, അല്ലാതെ ഇതി കൂടി പറയാൻ പറ്റില്ല. അവസാനം അവളെ കിട്ടുവാൻ വേണ്ടി ആ ചക്രവർത്തി യോഹന്നാന്റെ തല വെട്ടി തളികയിൽ വെച്ച് ഇവൾക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ആദർശബന്ധിതമായ ജീവിതം. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. മൂസ അലൈഹിസ്സലാമിന്റെ ജീവിതം, ഈസ അലൈഹിസ്സലാമിന്റെ ജീവിതം, അഖില പ്രവാചകന്മാരുടെയും ജീവിതം അവിടെയാണ് മാതൃക. അവിടെയാണ് മാതൃക. അല്ലാതെ നാട്ടിൽ നടക്കുന്ന ഈ ഡൈലൂട്ടഡായ വെള്ളം ചേർത്ത് അലിയിപ്പിച്ചെടുത്ത നിലവിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലല്ല. ഒത്തുതീർപ്പ് വ്യവസ്ഥ എവിടെയാണ് ഉണ്ടാവേണ്ടത്? വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, അയൽപ്പക്ക ജീവിതത്തിൽ. ഏറ്റവും കൂടുതൽ ഒത്തുതീർപ്പല്ല, വിട്ടുവീഴ്ച ചെയ്യേണ്ടുന്നവൻ ആരാണ്? മുസൽമാനാണ്. എല്ലാവർക്കും മാപ്പ് നൽകേണ്ടവൻ ആരാണ്? മുസ്ലിമാണ്. ഏറെ ദയ കാണിക്കേണ്ടതും അലിവ് കാണിക്കേണ്ടതും കരുണ കാണിക്കേണ്ടതും ആരാണ്? മുസ്ലിമാണ്. ഇങ്ങോട്ടുണ്ടാക്കിയ എല്ലാ ഉപദ്രവവും നിലനിൽക്കെ തന്നെ അങ്ങോട്ട് സഹായിക്കാൻ ആവശ്യപ്പെട്ട മതം ആരോടാണ് അത് പറഞ്ഞത്? പറഞ്ഞ മതം ഇസ്ലാം. ഇത് ഫഅ്ബില്ലത്തി ഹിയ അഹ്സൻ വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ. സൂറത്തുൽ റഅദ്. അവർക്ക് നേരിട്ട തിക്താനുഭവങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുന്നത് നന്മയിലൂടെയായിരിക്കും എന്ന്. അവർക്ക് നേരിട്ട അപമാനത്തിന് അവർ പ്രതികാരം ചെയ്യുന്നത്
അങ്ങോട്ട് അഭിമാനമുണ്ടാകുന്ന സംഗതികൾ അവർക്ക് നടത്തിക്കൊടുത്തിട്ടാണ് എന്ന്. അതൊക്കെ ഈ ദീനിന്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോ വിട്ടുവീഴ്ചയുടെ മേഖല വേറെയാണ്. ഈ മേഖലയിൽ ഒരു തരം വിട്ടുവീഴ്ചയില്ല. ഞാൻ പിന്നെയും പറയും, മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം വേണ്ടത്. ആര് തമ്മിലാ? മതവിശ്വാസികൾ തമ്മിലാണ്. ശിർക്കും തൗഹീദും നിരീശ്വരവാദവും ത്രിയേകത്വവും കൂടി ഒരു ചട്ടിയിലും ഒരുമിച്ചിട്ട് വേവൂല. വേവോ? ഇല്ല. പക്ഷേ ഈ 4 മതവിശ്വാസികൾക്കും മതമില്ലാത്തവർക്കും മനുഷ്യൻ എന്ന രൂപത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരൊക്കെ തടസ്സം നിന്നാലും മുസ്ലിമീങ്ങൾക്ക് അത് അനുവദിക്കാനും കഴിയില്ല. എന്ത് മാതൃകയാണുള്ളത്? ലഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം. അവർ ഓരോരുത്തരും തങ്ങളുടെ ജനതയോട് പറഞ്ഞിരുന്നു, എന്ത്? ഇന്നാ ബുറആഉ മിൻകും, ഇതിൽ നിന്ന്, നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, ഇതിന് ഞങ്ങളില്ല. വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഈ സമ്പ്രദായം ഉണ്ടല്ലോ, ഇതിനോട് ചേരാൻ ഞങ്ങളില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅ്ബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധ്യന്മാരായി അംഗീകരിക്കാനോ നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ പങ്കുപറ്റാനോ ഞങ്ങളില്ല, തയ്യാറല്ല. ഏതു പ്രകാരം? ഞങ്ങളുടെ ആരാധ്യനായ ഏക ഇലാഹിനെ ഏക ഇലാഹായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ആരാധനകൾ അള്ളാഹുവിന് മാത്രമായി പരിമിതപ്പെടുത്താനും നിങ്ങൾ തയ്യാറല്ല. അതുപോലെ നിങ്ങളുമായി ആ വിഷയത്തിൽ യോജിക്കാനും ഞങ്ങൾ തയ്യാറല്ല. ലക്കും ദീനുക്കും. അതുകൊണ്ട് നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വലിയ ദീൻ, ഞാൻ എൻ്റെ ദീനനുസരിച്ചും മുന്നോട്ട് പോകും. അതാണ് ഈ പ്രയോഗം. ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. അതേ സമയത്ത് അപ്പുറത്തെ വീട്ടിലൊരു നിലവിളി ഉണ്ടായാൽ ഓന്റെ ജാതി നോക്കുന്നവൻ ഒരു മതവിശ്വാസിയുമല്ല, കടുത്ത രാജ്യവിരോധിയും മനുഷ്യവിരോധിയുമാണവൻ. അല്ലേ? കഫർനാ ബിക്കും, ആ നിലപാടിനെ, ആരാധനാ സമ്പ്രദായത്തെയും ആ ആദർശത്തെയും ഞങ്ങൾക്ക് എതിർപ്പാണ്. അതിനെ ഞങ്ങൾ നിഷേധിച്ചു തള്ളും. അതിന് ഞങ്ങൾക്ക് പറ്റൂല. ഇവിടെ അതിനോടാണല്ലോ രാജി, അതിനോടാണല്ലോ യോജിപ്പ്. ഈ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ, ആരാധനാ മേഖലകളിലുള്ള ഈ വിഷയത്തിൽ നമ്മളും നിങ്ങളും തമ്മിൽ എന്നും ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ ഈ സമ്പ്രദായത്തോട് ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ഈ സമ്പ്രദായത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു അകൽച്ച, ഫൈറ്റ്, ആദർശപരമായ ഫൈറ്റ്, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അല്ലെങ്കിൽ എന്ത് വേണം? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾ വിശ്വസിക്കണം. അതുവരെ ഈ ഒരു അകൽച്ച നിലനിൽക്കും. പക്ഷെ ഞങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ ആയത്തിനുള്ളിലില്ലേ മറ്റുള്ളവർക്ക് തൗഹീദ് പഠിപ്പിക്കലല്ലേ നമ്മളെ പണി? അവരെ അകറ്റി നിർത്തി അവരുമായിട്ടൊരു ബന്ധമില്ലാതെ എപ്പോഴും ഇങ്ങനെ വംശഭേദം, മതത്തിന്റെ പേരിൽ 2 തട്ടിൽ നിന്നാൽ എങ്ങനെയാണ് അവരിലേക്ക് സന്ദേശം എത്തിക്കാൻ കഴിയുക? അവരിൽ ഒരാളായി ഇബ്രാഹിം ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതേ, ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്ന് ഈമാനോടെ തൗഹീദോടുകൂടി ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന ആളാണോ, അതോ ആൾക്കൂട്ടത്തിനിടയിൽ അവർക്കിടയിൽ ഒരാളായി അവരിൽ മുഴുകി ജീവിക്കുന്ന ഈമാനും ഇബാദത്തുമുള്ള ആളാണോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മുഅ്മിൻ എന്ന്? മറുപടി, ഒറ്റയ്ക്ക് ജീവിക്കുന്നവനൊന്നുമല്ല എന്നായിരുന്നു. പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ ഒന്നുമല്ല. ശക്തനായ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസി
പൊതുജനത്തിനിടയിൽ ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. ഒപ്പം സ്വന്തം ഈമാനും ആ ഇബാദത്തും മുടക്കമില്ലാതെ നിലനിർത്തും. അപ്പോഴാണ് ആളുകൾക്ക് ഇവരെ കാണാൻ കഴിയുക, അല്ലേ? അതല്ലെങ്കിൽ ആളുകൾക്ക് ഇവനായിട്ട് ഇടപെടാൻ കഴിയില്ല. അപ്പൊ ബദാ ബൈനനാ വ ബൈനക്കുമുൽ അദാവത്തു വൽ ബഗ്ളാഉ അബദൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദർശപരമായ ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ ഒരു കാലത്ത് തയ്യാറല്ല, നിങ്ങൾ തൗഹീദുള്ളവരാവുന്നത് വരെ എന്ന. എന്നിട്ടും അള്ളാഹു പറഞ്ഞെന്താ അറിയോ? കുറച്ചുകൂടി വ്യക്താക്കാൻ വേണ്ടിയിട്ട് ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, ഇതിന് വിരുദ്ധമായ ഒരു സംഗതി, ഇബ്രാഹിമാണ് നിങ്ങളുടെ മാതൃകാ പുരുഷൻ എന്ന് ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് വേണ്ടതും. പക്ഷെ അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ച, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. സുബ്ഹാനല്ലാഹ്. ആരാണെങ്കിലും കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് കാര്യം പറയുന്ന വിഷയത്തിൽ അള്ളാഹ്ക്ക് മടിയില്ല എന്നാണ്, അല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സ്വന്തക്കാരനാണ് അദ്ദേഹം, എന്റെ ചങ്ങാതിയാണ്. അദ്ദേഹത്തെ ദുനിയാവിൽ ഞാൻ എല്ലാവർക്കും മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർ പിന്തുടരേണ്ടത്. അദ്ദേഹത്തിന്റെ മാതൃകയില്ലാത്ത യാതൊരു തൗഹീദും ഞാൻ അംഗീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും ഇബ്രാഹിമിനൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ആവർത്തിക്കരുത് കേട്ടോ. വാ അല്ലേ? ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, ഇബ്രാഹിം വാപ്പയോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ല അസ്തഗ്ഫിറന്ന ലക, നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ ആലോചിച്ചാൽ ഇബ്രാഹിം നബിയെ അടിച്ചോടിച്ചു വിടുകയാണ് വാപ്പ. റാഗിബുൻ അൻതാൻ ആലിഹത്തിയ ഇബ്രാഹിം ഇല്ലൻ തൻതഹിൽ അർജുമന്നക വഗ്ജുർനി മലിയ എന്ന വാപ്പയുടെ കൊടിയ ഭീഷണി കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി എന്ന, ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വാപ്പ, നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സൂറത്ത് സാഫാത്തിൽ ആ പ്രാർത്ഥനയും അള്ളാഹു കൊടുത്തു. വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ളാലീൻ, എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നാ പറഞ്ഞു. സൂറത്ത് അംബിയ ഒന്നുകൂടി പറയും, വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം ലി അബീഹി ഇല്ലാ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം വാപ്പക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയല്ലോ, ആ പ്രാർത്ഥന വാപ്പയോട് അങ്ങനെ ഒരു വാക്കു പറഞ്ഞത് പാലിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പിന്നെ വാപ്പ അള്ളാഹുവിന്റെ ശത്രുപക്ഷത്താണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായപ്പോൾ തബറഅ മിൻഹു, ആ പ്രാർത്ഥന അദ്ദേഹം പിൻവലിച്ചു. എന്താ നിങ്ങൾക്ക് മനസ്സിലായി? എന്തേ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി? ഒരായത്തിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ ആ പ്രാർത്ഥന ഉദ്ധരിച്ചു, മൂന്നാമത്തെ ആയത്തിൽ ആ പ്രാർത്ഥനയുടെ സാഹചര്യവും കാര്യവും ആ പ്രാർത്ഥന കൊണ്ട് പിന്നീടുണ്ടായ അദ്ദേഹത്തിന്റെ നിലപാടും വിശദീകരിച്ചു. എന്നിട്ടും മതിയായിട്ട് അല്ലാഹ് പറഞ്ഞു, എന്നാലും ആ പ്രാർത്ഥന നിങ്ങൾക്ക് ആവർത്തിക്കാൻ പാടില്ല, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ഏതില്? ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് പാടില്ല. വമാ കാന ലിന്നബി വല്ലദീന ആമനൂ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ശിർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി അയാൾ എത്ര അടുത്ത കുടുംബക്കാരനായാലും ഇസ്തിഗ്ഫാർ നടത്താൻ ഒരു പ്രവാചകനോ ഒരു വിശ്വാസിക്കോ പാടില്ല. വ്യക്തന്റെ സംഗതി. അവർക്ക് രോഗം ശാന്തിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് കഷ്ടപ്പാടും പട്ടിണികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ ഹിദായത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. വലൗകാനു ഉലി ഖുർബ, അത് എത്ര അടുത്ത ആളായിരുന്നാലും. ഇബ്രാഹിം നബിയെ കൊണ്ട് അള്ളാഹു ആ പ്രാർത്ഥന പിൻവലിപ്പിച്ചു.
അപ്പോൾ അതൊന്ന് ആലോചിക്കേണ്ടതാണ്. എന്നിട്ട് ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ റബ്ബന ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ വഗ്ഫിർ ലനാ റബ്ബന ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇനി അത് നമ്മൾ രണ്ടാമത് വിശദീകരിക്കണമല്ലോ. അപ്പോ ഇൻഷാ അല്ലാഹ് പിന്നെ അള്ളാഹു നമ്മളെ തൗഹീദിൽ, പരിശുദ്ധമായ തൗഹീദിൽ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിന്ന് ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലില്ലദീന കഫറൂ വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.